ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കജൂർ കേക്കാണ്. വെട്ട് കേക്ക്, കുളമ്പ് കേക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന കജൂർ കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും ഇത് ഇത്രയും സിമ്പിൾ ആണെന്ന് പ്രതീക്ഷ കാണില്ല. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര, ഒരു 5-6 ഏലക്കായ, ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി നൈസായി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. 4 മുട്ട എടുത്താലും കുറച്ചും കൂടി കൂട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. വേണമെങ്കിൽ 1 സ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കൂട്ടുണ്ടാവേണ്ടത്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുക്കാം. അത്യാവശ്യം ചെറുതല്ലാത്തൊരു പാത്രം എടുക്കാം. മാത്രമല്ല അതിൽ വെള്ളം ഇല്ലാന്ന് ഉറപ്പാക്കാൻ വേണം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇനി 1 കപ്പ് തരി അല്ലെങ്കിൽ റവ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഉപ്പിടാൻ മറന്നു പോയിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ. ഇതൊരു അരമണിക്കൂർ മൂടി വെക്കാം. അരമണിക്കൂർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിന് പകരം ചപ്പാത്തി പരത്തുന്ന പലക ആയാലും മതി. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഈ പാത്രത്തിലും വെള്ളമില്ലാന്ന് ഉറപ്പിക്കണം കേട്ടോ. ഇനി മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി പാത്രത്തിൽ വെച്ച് കൈകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ചെറുതായി ഒന്ന് പരത്തി കൊടുത്ത് കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി ഓരോ കഷ്ണത്തിൻ്റെയും നടുവിൽ ചെറുതായി ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇതുപോലെ. വേണമെങ്കിൽ മാവ് ഇതുപോലെ പ്ലേറ്റിൽ പരത്തി മുറിച്ചെടുത്താലും മതി. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കാം. അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക കാര്യം, ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ഒരു ഭാഗം വെന്ത ശേഷം മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായി വെന്ത് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റും ആയിട്ടുള്ള കജൂർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും. കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും, ഇവൻ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.